BJP വിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു 2-3 പേര് ഇറങ്ങുകയാണ്. അതായത് സ്റ്റാലിൻ, മമത, ഇപ്പോൾ പിണറായിയും. ഇവിടെ പിന്നെ നേരെ തിരിച്ച് രണ്ടും എല്ലാം സെയിം ആയതുകൊണ്ട് അങ്ങനെ പറയണ്ട. പക്ഷേ സ്റ്റാലിനും മമതയും ഇറങ്ങുന്നതോടുകൂടി അതായത് ലോക്സഭ പിടിക്കാൻ മമത മുന്നിൽ നിന്ന മോദിയെ തോൽപ്പിക്കും എന്നൊരു നെറേറ്റീവ് കൊണ്ടുവന്നത് അതിപ്പോൾ പൊളിഞ്ഞു. അതെ, മമത പൊളിഞ്ഞു എന്നുള്ളത് ശരി. സ്റ്റാലിൻ്റെ കേസിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ജോസഫ് വിജയ് സ്റ്റാലിനേക്കാൾ വഷളായിരിക്കുന്നു. കാരണം അയാൾ അധികാരത്തിൽ വരുമെന്ന് അയാൾ പോലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ അധികാരത്തിൽ വരാനുള്ള സീറ്റായില്ല, പക്ഷേ ആ സീറ്റ് എങ്ങനെയെങ്കിലും ഉറപ്പിക്കാം. ഒന്നുമില്ലെങ്കിൽ DMK അയാളെ പിന്തുണയ്ക്കുക, എന്തെങ്കിലും ചെയ്യും. അധികാരത്തിൽ വരും അയാൾ ഉറപ്പാണ്. അയാൾക്ക് രാഷ്ട്രീയം അറിയില്ല. ആൾക്കൂട്ടത്തെ നയിച്ച് ആൾ കളിച്ച ആളാണ്. നിർഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DMKയ്ക്കും ADMKയ്ക്കും രണ്ടുപേരെയും കൊണ്ട് മടുത്ത ജനങ്ങൾ ഒരു മൂന്നാം ശക്തിക്ക് വോട്ട് ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു. ആ മൂന്നാം ശക്തിയായിട്ട് BJP മുന്നോട്ട് വരണം എന്നുള്ളതായിരുന്നു അണ്ണാമലയുടെ തിയറി. ആ തിയറി കേന്ദ്രം അംഗീകരിച്ചില്ല, കേന്ദ്ര BJP. അവർ ADMKയുടെ കൂടെ നമുക്ക് നീങ്ങാം. അത് കഴിഞ്ഞിട്ട് വിജയുമായിട്ട് ഒരു അലയൻസിലെത്താനും ശ്രമിച്ചു, പക്ഷേ വിജയ് സമ്മതിച്ചില്ല. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ADMKയോടും DMKയോടും മടുപ്പുള്ള ജനം വിജയിന് ഓവർവെൽമിംഗ് ആയിട്ട് വോട്ട് ചെയ്തു, അയാൾ ജയിച്ചു. വാസ്തവത്തിൽ അത് BJPക്ക് കിട്ടേണ്ട വോട്ടാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11% വോട്ട് ഒറ്റയ്ക്ക് BJP പിടിച്ചിട്ടുണ്ട്. അതെ, മൊത്തം 18% ഉണ്ട്. ആ 11 22 വലിയ അധ്വാനം വേണ്ടി വരുമായിരുന്നില്ല. 22 ഇവർക്കുമൊക്കെ കിട്ടുന്നത്. ബാക്കി കുറേയൊക്കെ MDMK ഇവർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ അധികാരത്തിൽ വരുന്നത്. ബട്ട് എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ അണ്ണാമലയുടെ തിയറി അംഗീകരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല, അതിൽ ഗതികേട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടപ്പാടി പഴനിസ്വാമി പറയുന്നു അണ്ണാമലയെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നയനാർ നാഗേന്ദ്രനെ വെച്ചു. എടപ്പാടി പഴനിസ്വാമി പറയുന്നു അണ്ണാമലയ്ക്ക് സീറ്റ് കൊടുത്തില്ല. വീണ്ടും അയാൾ പറഞ്ഞു അണ്ണാമലയുടെ കൂടെയുള്ളവർക്ക് സീറ്റ് കൊടുക്കരുത്, അതും കൊടുത്തില്ല. എന്നിട്ടാണ് ഈ റിസൾട്ട്. ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചിരുന്നു അണ്ണാമലൈ രാഷ്ട്രീയം ഉപേക്ഷിക്കും. ഇത്രയൊക്കെ ആയി കഴിയുമ്പോൾ ഒരു മനുഷ്യൻ രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടതാണ്. അണ്ണാമലൈ ഉപേക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, വളരെ സ്മൂത്തായിട്ട് ആ ക്രൈസിസിൽ ആ മനുഷ്യൻ നീന്തി തുടിച്ച് ഒരു കണക്കിന് തല പൊക്കി പിടിച്ച് തമിഴ്നാട്ടിലെ നമ്പർ 1 ക്യാമ്പയിനറായിട്ട് മാറി. സ്വന്തം പാർട്ടി അംഗീകരിക്കുന്നില്ല, സ്വന്തം ADMK അംഗീകരിക്കുന്നില്ല, പക്ഷേ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്പർ 1 ക്യാമ്പയിനർ ആരാണെന്ന് ചോദിച്ചാൽ അണ്ണാമലയായി. അത് അണ്ണാമലയുടെ സാമർഥ്യമാണ്. ഇപ്പോൾ പോയ ബുദ്ധി ആന പിടിച്ചാൽ കിട്ടില്ല. അല്ല, ഈ അണ്ണാമലയുടെ ഒരു ഭാവി എന്തായിരിക്കും? ഇപ്പോൾ വിജയ് ഓൾറെഡി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള രീതിയിലുള്ള റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അണ്ണാമല എപ്പോഴും വിജയോടൊരു സോഫ്റ്റ് സ്റ്റാൻഡാണ്. വിജയ് ഓപ്പണായിട്ട് അറ്റാക്ക് ചെയ്യാൻ ഇതുവരെ അണ്ണാമല ശ്രമിച്ചിട്ടില്ല. ആ ദുരന്തമൊക്കെ ഉണ്ടായപ്പം, കരൂർ ദുരന്തം ഉണ്ടായപ്പോഴും അണ്ണാമലയാണ് ആദ്യമായിട്ട് പിന്തുണയായിട്ട് രംഗത്ത് വന്നത്. അപ്പോൾ അണ്ണാമലയെ ഒരു BJP വിടാനുള്ളൊരു സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാര്യമേ അവർ തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസം. വിജയ് ഒരു ഹിന്ദു വിരുദ്ധനാണ്. പിന്നെന്താ ദ്രാവിഡ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഒരു രാഷ്ട്രീയമൊന്നുമില്ല. അണ്ണാമലയ്ക്ക് ഹിന്ദുത്വം വിട്ടൊരു കളി ഇല്ല. അങ്ങനെ ചെയ്താൽ അങ്ങേര് ആത്മസംഘർഷം കൊണ്ട് തന്നെ ഭ്രാന്ത് പിടിച്ചു പോകും. ഒരു മനുഷ്യൻ്റെ ഈ മജ്ജയിൽ പിടിച്ച ചില കാര്യങ്ങളുണ്ട്, അതിന് വിരുദ്ധമായിട്ടുള്ള കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ എക്സിസ്റ്റൻസ് ഇല്ലാതെ പോകും. എന്നാൽ പിന്നെ ആൾക്കാരങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. രാഷ്ട്രീയത്തിൽ ഇതും അതിനപ്പുറമൊക്കെ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം അതിൻ്റെ ആത്മസംഘർഷം അനുഭവിച്ചിട്ടുമുണ്ട്. രാഷ്ട്രീയം ഒരു 5 വർഷത്തേക്കുള്ള രാഷ്ട്രീയമാണെങ്കിൽ ഈ പറഞ്ഞത് ശരിയാണ്, വേണമെങ്കിൽ ചെയ്യാം. ബട്ട് അത് കഴിഞ്ഞിട്ടോ? അണ്ണാമലൈ ചെറുപ്പമാണ്, ഇനിയും ജീവിതവും രാഷ്ട്രീയവും എത്ര മുന്നോട്ട് കിടക്കുന്നു. അതുകൊണ്ട് വിജയുടെ കൂടെ അണ്ണാമലൈ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല.